ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 2 ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മല ബോധേ ഭക്തിപദേതവാപ്യുചിതതാ ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനാ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുവി സിദ്ധന്തി ജന്മാന്തരൈ. അവ്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർമ്മല ബോധേ അഥവാ ഭക്തിപദേ അഭി ഉചിതമാം ആയാന്തി. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു. താവതാക്കിം, അത്രയും കൊണ്ട് എന്ത് പ്രയോജനം? അന്യേ പുന, വേറെ ചിലരാവട്ടെ തർക്കപദേ ക്ലിഷ്ട്വ, യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്രാദ്രത്വം ധൃതേ, മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ പരം വപു വിചിന്യ ബഹുവി ജന്മാന്തരൈ സിദ്ധന്തി, ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ സ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. അനേക ജന്മം കൊണ്ട്. കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നു. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദിരഹിതമായി മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനയോഗത്തിന് അധികാരികളാവുന്നു. ഭക്തിയോഗത്തിനും അത് സഹായകമായി തീരും. പക്ഷെ ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരൂ എന്നില്ല. കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി കൈവരുത്താതെ നേരെ സന്യാസം കൈക്കൊള്ളുന്നവർക്കാകട്ടെ വേദാന്ത ചിന്ത കൊണ്ട് നിർഗുണ ബ്രഹ്മോപാസനം വഴിയായി അനേക ജന്മങ്ങളെ കൊണ്ട് മാത്രമേ മുക്തി നേടുവാനാകുകയുള്ളൂ. ഇങ്ങനെ കർമ്മജ്ഞാന യോഗങ്ങൾ ദുഷ്കരങ്ങളും ദൂരേച്ഛ ബലങ്ങളുമാകിയാൽ സാധാരണക്കാർക്ക് അഗമ്യങ്ങളാകുന്നു എന്ന് സാരം. സാധാരണക്കാർക്ക് ഭക്തിയുഗമാണ് അത്രയും അഭികാമ്യം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.